blog AjayTechTips. ഞാൻ അജയ്, നിങ്ങളേവർക്കും സുപരിചിതേ. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് വളരെ സന്തോഷമുള്ള ഒരു വാർത്ത നിങ്ങളെ അറിയിക്കാനാണ്. ഒരുവിധം എൻ്റെ സുഹൃത്തുക്കളൊക്കെ എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ടിട്ട് അറിഞ്ഞിട്ടുണ്ടാവും. കാരണം എനിക്ക് യൂട്യൂബിൽ നിന്ന് ഫസ്റ്റ് ലെറ്റർ വന്നു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വളരെ സന്തോഷമുള്ള കാര്യം. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. പറ്റുമെങ്കിൽ ഇതിൻ്റെ കൂടെ ഇത് എങ്ങനെയാണ് നമ്മൾ പിൻ വെരിഫിക്കേഷൻ ചെയ്യണ വീഡിയോയും ഞാൻ ആഡ് ചെയ്യാൻ പറ്റുമോ ശ്രമിക്കുക. കാരണം ലാപ്പിലാണ് ചെയ്യുന്നത്, അതിൻ്റെ സ്ക്രീൻ റെക്കോർഡറിന് ഇഷ്യൂ ഇല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ അവസാന ഭാഗമായിട്ട് നമ്മളത് ചെയ്യുന്നതാണ്. അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചെയ്യില്ല. കാരണം അത് ചെയ്യുന്നതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം നമ്മുടെ ഏർണിങ്സിൻ്റെ എമൗണ്ട് ഒന്നും പുറമെ ആക്കാൻ പാടില്ല എന്ന് യൂട്യൂബിൻ്റെ ഒരു പോളിസി ഉണ്ട്. അത് സത്യസന്ധമായിട്ടുള്ള പോളിസിയാണ്. അത് പക്ഷേ വലിയ യൂട്യൂബേഴ്സ് ഒന്നും അത് ചെയ്തിട്ടില്ല. പക്ഷേ യൂട്യൂബിൻ്റെ ആഡ്സെൻസ് പോളിസിയിൽ അത് കറക്റ്റ് പറയുന്നുണ്ട്. നമ്മുടെ യൂട്യൂബ് ഏർണിങ്സ് പുറമെ പറയരുത്. കാരണം അപ്പം അതിൽ ഏർണിങ്സ് കാണും, അത് ഉറപ്പാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയാതെ. പക്ഷെ ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. നമ്മൾ ആഡ്സെൻസ് ഓപ്പൺ ചെയ്യുക. നമ്മുടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വെരിഫൈ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പിൻ വെരിഫിക്കേഷൻ നമുക്ക് അവിടെ ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിൽ ഒരു 6 അക്ക പിന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് എനിക്ക് യൂട്യൂബിൽ നിന്ന് വന്ന ലെറ്റർ. ഇത് നോക്കാം. ഓക്കെ, എൻ്റെ അഡ്രസ്സിലേക്ക് ഇന്ന് ഉച്ചയ്ക്ക് പോസ്റ്റ്മാൻ കൊണ്ടു തന്നതാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആക്ച്വലി ഞാൻ 2017 യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഞാൻ ഫേസ്ബുക്കിലിട്ട വീഡിയോസ് ഡൗൺലോഡ് ചെയ്തിട്ട് യൂട്യൂബിലിട്ടായിരുന്നു. അത് യൂട്യൂബ് ഞാൻ അധികം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല. അതിനുള്ള കാരണം പറയാം, ഫേസ്ബുക്കിൽ എനിക്ക് നല്ല വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു. കാരണം ഇത് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം നമ്മളൊരു ഇഷ്യൂ ആയിരുന്നു. അത് നമ്മൾ 1000 സബ്സ്ക്രൈബർ ആയ ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ വീഡിയോയും അതേപോലെ മോണിറ്റൈസ് ആയ വീഡിയോ എൻ്റെ ഐ ബട്ടണിൽ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ അന്ന് പറഞ്ഞ കാര്യങ്ങളിൽ കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എനിക്ക് മറക്കാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട്. ഞാൻ ഇന്ന് ഈ ഒരു പൊസിഷനിൽ എത്തിയത് യൂട്യൂബിന്. കാരണം യൂട്യൂബിൻ്റെ ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊരു സ്റ്റാർട്ട് ചെയ്തിട്ട് 100 സബ്സ്ക്രൈബർ മുതൽ ആ ഒരു വ്യക്തിയുടെ അച്ചീവ്മെന്റ്സ് ആണ്. 100 സബ്സ്ക്രൈബർ എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് കസ്റ്റം URL കിട്ടും, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ 1000 സബ്സ്ക്രൈബർ 4000 വാച്ച് അവർ എന്തൊക്കെ കിട്ടുന്ന അതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തൊരു ഐ ബട്ടണിൽ കാണാം, 3ാമത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറയുമ്പോൾ ഇവിടെ എൻ്റെ ജേർണി എത്തുന്നില്ല. എനിക്കിനി സിൽവർ ബട്ടൺ, അതേപോലെ ഗോൾഡൻ പ്ലേ ബട്ടൺ, അതേപോലെ ഡയമണ്ട് പ്ലേ ബട്ടൺ, ഇതൊക്കെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ. അത് എത്തുമെന്ന് പഠിച്ചാൻ വിചാരിച്ചു കഴിഞ്ഞാൽ, ദൈവം വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റുള്ളൂ. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സും വിചാരിക്കണം. കാരണം നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം, നിങ്ങൾ മാക്സിമം വ്യൂ ചെയ്യണം. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ ഒരു ലെവലിലേക്ക് എത്തിയത്. അതിലേക്ക് എന്നെ വഴി നയിച്ച കുറച്ച് ആൾക്കാരുണ്ട്. അസ്നാസ് കിച്ചണിലെ ഹസ്ന അൻവർ, അവരെ ഹസ്ബൻഡ് അൻവർ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ യൂസഫ് ക, യൂട്യൂബ് കോർണർ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പുള്ള യൂസഫ് ക, പുള്ളിയുടെ ചാനലുണ്ട് നീലഗിരി വ്ളോഗ്സ്, അങ്ങനെയുള്ള കുറേ ലിജോ, അതേപോലെ തന്നെ ഹാരിസ് ക, അങ്ങനെ കുറേ ആൾക്കാർ നമുക്ക് എടുത്ത് പറയാൻ ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട്. എല്ലാവരെയും പേര് കിട്ടുന്നില്ല ഈ ഒരു വേളയിൽ. ഇന്നലെ കുറച്ച് ആൾക്കാർ, പിന്നെ നമ്മുടെ ഷൈബിൻ, അങ്ങനെ കുറേ പേര് നമുക്ക് പറയാൻ എന്താ, അങ്ങനെയുള്ള കുറേ ആൾക്കാർ എനിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. ഇവരെയൊക്കെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അസ്നാസ് കിച്ചണിലെ അസ്നയാണ്. അപ്പോൾ നമുക്ക് തീരെ മറക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ജസ്റ്റ് ഇതിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ എങ്ങനെ ചെയ്യണം, ആൾക്കാരായിട്ട് എങ്ങനെ കൊളാബറേറ്റ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങൾ. കാരണം നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും പറ്റില്ല. ഇപ്പം എൻ്റെ യൂട്യൂബ് ജനറേഷന് മുമ്പുള്ള ജനറേഷൻ, അതായത് ഉള്ള സക്സസ് ആയിട്ടുള്ള ജനറേഷൻ ഉണ്ട്. അറിയാം നിങ്ങൾക്ക്, സുജിത് ഭക്തൻ, അൺബോക്സിംഗ് ഡ്യൂഡ്, അങ്ങനെയുള്ളവർ. അപ്പം അതിലറിയാം അൺബോക്സിംഗ് ഡ്യൂഡിന് 1 lakhന്റെ സിൽവർ ബട്ടൺ കിട്ടിയപ്പോൾ ആരൊക്കെ വന്നു. കാരണം അന്നത്തെ ജനറേഷനിലുള്ള യൂട്യൂബേഴ്സ്, അതായത് ഫസ്റ്റ് അത് സക്സസ് ആയ യൂട്യൂബേഴ്സ് എല്ലാവരും ആയിട്ടുണ്ട് ഒരുവിധം. അവരൊക്കെ കൂടെ വന്നു. അന്ന് സുജിത് ഭക്തൻ വരാത്തതിന്റെ കാരണം പറഞ്ഞാൽ പുള്ളി ടൂറിലായിരുന്നു. അത് അത് പറയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ. നിക് വ്ളോഗ്സ്, സഞ്ജു ടെക്കൊക്കെ ഒരുമിച്ചായിരുന്നു വന്നത്. അതേപോലെ ഇന്നത്തെ യൂട്യൂബേഴ്സ് ഉണ്ട്. അപ്പൊ അത് എല്ലാവരും ഇനി വരുന്ന യൂട്യൂബേഴ്സ് എന്ത് ചെയ്യണം, അവരെ ലെവലിലോ അവർ ജസ്റ്റ് മേലുള്ള ലെവലിലോ ഉള്ള യൂട്യൂബേഴ്സ് ആയിട്ട് എന്ത് ചെയ്യണം, കൊളാബറേറ്റ് ചെയ്യണം. കൊളാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സക്സസ് ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഞാൻ ഒറ്റയ്ക്ക് നിന്നു കഴിഞ്ഞാൽ ആവുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇല്ല. അതിന് സപ്പോർട്ടുള്ള ആൾക്കാരായിട്ട് നല്ല സഹകരിക്കുക, മീറ്റപ്സ് വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ദൈവം സഹായിച്ചിട്ട് എനിക്കൊരു സിൽവർ ബട്ടണൊക്കെ കിട്ടുകയാണെങ്കിൽ അന്ന് ഞാനൊരു മീറ്റപ്പ് വയ്ക്കും. അപ്പം നിങ്ങളെല്ലാവരും ഇൻവൈറ്റ് ചെയ്യും. ഇപ്പം പറയാൻ വെച്ചാൽ ഇത് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം. ഇതിന് നിങ്ങൾ തന്നെയാണ് കാരണം. ഞാൻ ഇത്രയും പറഞ്ഞ വ്യക്തികൾ തന്നെയാണ് എനിക്ക് ഈ ഒരു അച്ചീവ്മെന്റ് തന്നെ നമുക്ക് പറയാം. ഫോക്കസ് ഔട്ട് ആവുന്നുണ്ട്. ഇതൊരു അച്ചീവ്മെന്റ് തന്നെ പറയാം. അപ്പൊ ഇതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കണം. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം. കാരണം നമുക്ക് എന്തൊരു പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യുന്നതിനേക്കാളും സന്തോഷമുണ്ട് യൂട്യൂബിൽ നിന്ന്. കാരണം ഒരു യൂട്യൂബിൽ നിന്ന് പിന്നെ ഫസ്റ്റ് ലെറ്റർ ആണ്
ഇതിന് നിങ്ങൾക്ക് കാണാം ഗൂഗിളിന്റെ അഡ്രസ്സാണ് ഇവിടെ ഉള്ളത്. ഗൂഗിളിലെ മുംബൈയിൽ നിന്നാണ് ഈ ലെറ്റർ വന്നിട്ടുള്ളത്. എനിക്ക് പറയാൻ വെച്ചാൽ കഴിഞ്ഞ 12-ാം തീയതിക്ക് ശേഷമാണ് അപ്ലൈ ചെയ്തത്. 12-ാം തീയതിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കിതാ ഇന്ന് 27-ാം തീയതി ആകുമ്പോഴേക്കും എനിക്കിത് കിട്ടി. വീഡിയോ ഷൂട്ട് ചെയ്യുന്ന 27 ഇന്ന് തന്നെ 5:30 മണിക്ക് 6:30 മണിക്ക് ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ എനിക്ക് എന്താ സന്തോഷമാണ്. കാരണം എന്താ വെച്ചാൽ ഇത് നിങ്ങൾ തന്നെയാണ് എനിക്ക് അതേപോലെ എനിക്ക് സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഇഷ്ടംമാതിരി പ്രേക്ഷകരുണ്ട്. ശരത്ത് എൻ്റെ ഒരു സ്റ്റുഡൻറ്റും ആയിരുന്നു. അതേപോലെ തന്നെ എൻ്റെ കട്ട സപ്പോർട്ടറാണ്. പുള്ളിയാണ് എനിക്ക് മൈക്ക് വാങ്ങി തന്നത്. അങ്ങനെയുള്ള കുറേ ആൾക്കാർ നമുക്ക് അത്രയും സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട്. അതേപോലെ കുറേ പേര് പരിഹസിച്ച ആൾക്കാരുണ്ട്. അവർക്കും കൂടെ കാണിക്കാനാണ് നിന്നെക്കൊണ്ട് ഇത് സാധിക്കുമോ. ഞാൻ ഒരു ആളോട് പറഞ്ഞത് എനിക്കൊരു ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്തോന്ന് ഷൂട്ട് ഇടയെന്ന് പറഞ്ഞ ആള് വരെ ഉണ്ടായിരുന്നു. ഒരു സൺഡേ എനിക്ക് അത് ആളുടെ പേരൊന്നും പറഞ്ഞത് കുറച്ച് പേർക്ക് അറിയാത്. അപ്പോൾ എന്തോന്ന് ഷൂട്ട് നിന്റെയൊക്കെ വീഡിയോ ആര് കാണാൻ എന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. അപ്പം അവരുടെ മുമ്പിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇത് എനിക്ക് ധൈര്യമായിട്ട് കാണിക്കാം. കാരണം ഇത് യൂട്യൂബ് തന്ന അംഗീകാരമാണ്, ഗൂഗിൾ തന്ന അംഗീകാരമാണിത്. അപ്പം ഞാൻ ഇത് പറയാന്ന് വെച്ചാൽ നമ്മൾക്കിപ്പം ഡിസ്ലൈക്ക് അടിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ വീഡിയോയിൽ. ശരിക്കും അതൊരു വൃത്തികെട്ട പ്രവണതയാണ് ഡിസ്ലൈക്ക്. കാരണം ഒരു ക്രിയേറ്റർ ഞാൻ ആളുടെ വീഡിയോസിന് ഡിസ്ലൈക്ക് ചെയ്യാറില്ല, സത്യസന്ധമായിട്ട് പറയണം. കാരണം എന്താ വെച്ചാൽ ഒരു ക്രിയേറ്ററിന് വരുന്ന എഫേർട്ട് നിങ്ങൾ ആലോചിക്കണം. ഒരു വീഡിയോന് കണ്ടന്റ് കണ്ടുപിടിക്കണം, അത് ഷൂട്ട് ചെയ്യണം, അത് എഡിറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം, അത് ആൾക്കാരിലേക്ക് എത്തിക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യണം, ടാഗ് എഴുതാനോ ആഡ്വേഴ്സ്, ഇതൊക്കെ ഒരു വൺ മാൻ ഷോ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ആൾക്കാർ ആ ചെയ്യണ എഫേർട്ടിന് ഒരു ലൈക്ക് കൊടുക്കാൻ എന്തിനും മടിക്കണം. അത് നമ്മുടെ ഇടയിലുള്ള ആൾക്കാർക്കാണ് അതൊരു ഇത്. ചില ആൾക്കാർ അത് നല്ല വീഡിയോസിന് പോലും ഡിസ്ലൈക്ക് നമുക്ക് കണ്ടിട്ട് തന്നെ വിഷമം വന്നിട്ടുണ്ട്. എത്രയോ നല്ല വീഡിയോസിന്. അപ്പൊ അത് കഴിയുന്നത് ഇതൊരു അപേക്ഷയാണ്, ഒരു യൂട്യൂബറുടെ അപേക്ഷയാണ്. കാരണം പ്രോത്സാഹിപ്പിക്കുക. പിന്നെ ഡിസ്ലൈക്ക് അടിക്കാൻ ഇഷ്ടമുള്ളവരാണെന്ന് വെച്ചാൽ അവരെ സന്തോഷം. പിന്നെ വേറൊരു കാര്യം ലൈക്ക് പോലെയല്ല, ലൈക്ക് നമുക്ക് തുടക്കത്തിൽ എപ്പോൾ വേണമെങ്കിലും അടിക്കാം. ഡിസ്ലൈക്ക് എന്ന് പറയുമ്പോൾ 3 മിനിറ്റ് കാണണം. അപ്പം അത്രയും വാച്ച് അവർ കിട്ടി, എന്നാലേ ഡിസ്ലൈക്ക് അവിടെ നിൽക്കുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഡിസ്ലൈക്ക് പോകും. അപ്പം ഞാൻ എൻ്റെ ഏർണിങ്സിൻ്റെ അത് കാണിക്കാൻ ചില ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് എനിക്ക് ഇത് ആയിട്ടൊന്നും പറയില്ല, ജാടിയായിട്ടൊന്നും പറയല്ല. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഒരു യൂട്യൂബിൻ്റെ പോളിസി ഉണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും ഞാൻ യൂട്യൂബ് സർട്ടിഫൈഡ് വ്ളോഗറാണ്. അപ്പം പല യൂട്യൂബേഴ്സ് അതിട്ടുണ്ട്, അത് യൂട്യൂബ് സർട്ടിഫൈഡ് അല്ലാത്തവർ. അപ്പം നമ്മുടെ ആഡ്സെൻസിലുള്ള എമൗണ്ട് പുറമെ കാണിക്കാൻ പറഞ്ഞാൽ അതൊരു പോളിസി വയലേഷൻ. ഞാൻ എല്ലാ പോളിസീസും വായിക്കാറുണ്ട്. എന്തൊരു സാധനം ഒപ്പിടാണെച്ചാൽ അത് ഫുള്ള് വായിച്ച് നോക്കിയിട്ടേ ചെയ്യുള്ളൂ. അപ്പോൾ യൂട്യൂബിൻ്റെ ഫുൾ പോളിസീസ് അതാണ് നമ്മൾ പ്ലേലിസ്റ്റൊക്കെ പ്ലേ ചെയ്യാന്നൊക്കെ പറയാനുള്ള കാരണം ഓതൻറ്റിക് ആയിട്ട് പറയാൻ ഞാൻ അതിൻ്റെ പോളിസീസ് ഗൈഡ് ലൈൻസും ഞാൻ വായിച്ചിട്ടുണ്ട്. ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത, അതുകൊണ്ടാണ് ഞാനിത് ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. മറ്റേത് ഞാൻ പറഞ്ഞത് ആഡ്സെൻസ് പോയിട്ട് അതിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത്, അതായത് സിമ്പിൾ പ്രൊസീജിയറാണ്. അപ്പം നമ്മൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഈ പിൻ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ ഞാനത് അൺബോക്സ് ചെയ്യുമ്പോൾ ഈശ്വരനെ വിചാരിച്ച്, ദൈവത്തിനെ വിചാരിച്ച് നമ്മളിത് അൺബോക്സ് ചെയ്യാണ്. ഇത് എടുത്ത് വെക്കാനുള്ളതാണ് ഈ ഒരു കാർഡ്. നമ്മുടെ ജീവിതകാലം ഫുള്ള് വേണം. കാരണം ഗൂഗിളിൽ നിന്ന് കിട്ടിയൊരു അച്ചീവ്മെന്റ്, സത്യം പറഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റ് പോലെ തന്നെയല്ല നമുക്ക്. ഒരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് ആണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. ഇവിടെ പീൽ ഓഫ് ചെയ്തു. ഒരു ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും വാല്യൂ ഉള്ള ഒരു ലെറ്റർ. ഇതിൽ ഈ സൈഡിൽ തന്നെ ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ സൈഡിൽ തന്നെ അത് എങ്ങനെ ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അപ്പം അതിൻ്റെ ഫോട്ടോ ഞാൻ ഇപ്പോൾ എടുത്തിട്ട് ഇതിൻ്റെ കൂടെ ഞാൻ ഇവിടെ കാണിക്കും. അത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതെന്താണ് ഇതിൻ്റെ ഫോട്ടോ ഞാൻ എടുത്തിട്ട് തന്നെ ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ അതിൽ ഇട്ട് കാണിച്ചു തരും. അപ്പം ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ അനുസരിച്ച് ചെയ്താൽ മതി. കാരണം എനിക്കത് യൂട്യൂബ് പോളിസിയാണ്, നമ്മൾക്ക് പുറത്തേക്ക് കാണിക്കാൻ പാടില്ല. ഞാൻ കാണിക്കാൻ ഇതാണ്, ദൂരം നിന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഇന്ന് ഇടും. അപ്പോൾ എനിക്ക് നിങ്ങളോടാണ് ഏറ്റവും താങ്ക്സ്, എൻ്റെ വ്യൂവേഴ്സിനോടാണ്. ഇനി ഞാൻ ഒന്നും കൂടെ പറയാം. കാരണം നിങ്ങളുടെ ഒരു ഇതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ ഒരു അച്ചീവ്മെന്റ് എത്തിയത്. അച്ചീവ്മെന്റ് എന്ന് തന്നെ എനിക്ക് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ലാത്ത യൂട്യൂബർന്ന്, കാരണം വെറും
135 സബ്സ്ക്രൈബറായിട്ട് യൂട്യൂബിൽ ശരിയാവും, ഞാൻ ഫേസ്ബുക്കിൽ തന്നെ വീഡിയോ ഇട്ടിരിക്കുക. എനിക്ക് ഏർണിങ്സ് അല്ല, എനിക്കിത് പാഷനാണ്. എനിക്ക് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ പാഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ചാനൽ തുടങ്ങി. ആക്ച്വലി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ട്. അപ്പോൾ ഞാൻ ഫേസ്ബുക്കിലും വീഡിയോ ഇടും, അതെടുത്തിട്ട് യൂട്യൂബ്, അതിൻ്റെ PKCയിലെ പ്രവീൺ സാറ് പറഞ്ഞിട്ടായിരുന്നു എന്നാൽ യൂട്യൂബിൽ ഇട്ടൂടെ, നല്ല റീച്ച് കിട്ടുമല്ലോ, ഏർണിങ്സും കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടു. എന്നിട്ട് യൂട്യൂബിൽ റീച്ച് ഇല്ലാണ്ട് ഇരിക്കുമ്പോഴാണ് അസ്ന അൻവറിനെ പരിചയപ്പെടുന്നത് ഫേസ്ബുക്ക് ത്രൂ. അവർ പറഞ്ഞു തന്ന പോളിസി, അന്ന് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന രീതി ശരിയായിരുന്നില്ല. അവർ പറഞ്ഞ രീതിയിൽ ചെയ്തു. അന്ന് ടാഗ് തമ്മിലൊന്നും കൊടുത്തില്ല. അതേപോലെ VKCത്തെ വിവേകേട്ടൻ, ഞാൻ ക്യാമറ വെച്ച രീതി തെറ്റായിരുന്നു. ഞാൻ പോർട്രേറ്റ് മോഡൽ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്, കുത്തനെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതല്ല, ലാൻഡ്സ്കേപ്പിൽ വെക്കണം എന്നൊക്കെ പറഞ്ഞാലേ കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ വിവേകേട്ടനാണ് പറഞ്ഞത്. അപ്പോൾ വിവേകേട്ടനോട് ഒരു താങ്ക്സ് നമ്മൾ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എടുത്ത് ഞാൻ പറയാം, അങ്ങനെയുള്ള കുറേ ആൾക്കാരെ അഡ്വൈസ്, കാരണം യൂട്യൂബേഴ്സ് അങ്ങനത്തെ നല്ല അഡ്വൈസേഴ്സ് എടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രേക്ഷകർ പറയുന്ന രീതിയിലാണ് ഷൂട്ട് ചെയ്യേണ്ടത്. ഇപ്പോഴത്തെ ക്യാമറ, ആദ്യത്തെ ക്യാമറയൊക്കെ മോശമായിരുന്നു. ഇതിന് മുമ്പത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആദ്യകാലത്ത് അതിലൊക്കെ മോശമായിരുന്നു, നമുക്ക് തന്നെ അറിയാം. പിന്നെ സൗണ്ട് ക്വാളിറ്റി, ആ കാര്യങ്ങളൊക്കെ നോക്കണം. നമ്മൾ പക്ക പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിനെ പോലെ ഒരു പ്ലാറ്റ്ഫോം വേറെ ഇല്ല. എനിക്ക് സക്സസ് ആവണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ നിങ്ങളൊരു ഡിസ്ലൈക്ക് ഇട്ടോ. ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക്, ഇഷ്ടപ്പെടുന്നവർ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.